കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. സ്തോത്രം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? അന്യായം ചെയ്യുന്നവൻ, ന്യായമല്ലാത്തത് ചെയ്യുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. പിന്നെ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, ദുർനടപ്പ് ചെയ്യുന്നവൻ, വിഗ്രഹാരാധികൾ ദൈവരാജ്യത്തിൽ പോകത്തില്ല. വിഗ്രഹാരാധന ഉള്ളവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. വ്യഭിചാരികൾ പോകത്തില്ല. സ്വയംഭോഗികൾ പോകത്തില്ല. പുരുഷകാമികൾ പോകത്തില്ല. കള്ളന്മാര് പോകത്തില്ല. അത്യാഗ്രഹികൾ പോകത്തില്ല. മദ്യപാന്മാര് പോകത്തില്ല. വാവിഷ്ണക്കാർ പോകത്തില്ല. നുണയന്മാര് പോകത്തില്ല. പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കി. ഇവരാരും പോകത്തില്ല. അടുത്തിരിക്കുന്ന ചോദിച്ചാൽ പോകുമെന്ന് ചോദിച്ചേ. വലിയ പ്രശ്നമാണ്. ഞാനതാ പറഞ്ഞു, വലിയ പ്രശ്നമാ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ, അല്ലയോ? അകത്തും പുറത്തുള്ള എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ഇനിയും പറയാൻ പോവാ. ഇവരാരും ഗലാത്യ ലേഖനം എടുത്തേ, 5-ാം അധ്യായം 19 വായിര്. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം. നമ്മൾ ഈ അത്തരം വിട്ടിട്ട് മദ്യപാനത്തെ തുടങ്ങും. ആദ്യത്തെ നമ്മൾ പിടിച്ചിട്ട് പറയും അശുദ്ധം പോകത്തില്ല, ദുഷ്കാമോളവും പോകത്തില്ല, വിഗ്രഹാരാധന പോകത്തില്ല, നീ വായിച്ചിട്ടുണ്ട് വ്യഭിചാരം പോകത്തില്ല. പിന്നെ അവിടെ നമ്മൾ നിർത്തി വെച്ച് നേരെ അടുത്തത് 5-6 വിഴുങ്ങി വെച്ച് മദ്യപാനം. ഇടക്കത്തെ പക അതവനുണ്ട്, പിണക്കം അതവൻ്റെ അളിയനുണ്ട്, ജാരശങ്ക അതവൻ്റെ ചേട്ടനുണ്ട്, ക്രോധം അതവൻ്റെ ഭാര്യയ്ക്കുണ്ട്, ശാഠ്യം, ദ്വന്ദ്വപക്ഷ, ഭിന്നത അതവരുടെ വീട്ടിൽ മൊത്തമായിട്ടുണ്ട്. കുടുംബ പാരമ്പര്യം. ഇത്രയും നമ്മൾ വിട്ടേച്ച് പറയും, ബ്രദറെ വലിയ പാടാ പോവാൻ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. കർത്താവ് വരാൻ അടുത്തിരിക്കുക. ഇവരാരും അതുകൊണ്ടാണ് പറയുന്നത് ഒരുത്തൻ്റെ കുറ്റം പറയരുത്. ചിലർക്ക് അന്ന് ഒരു 4-5 കുറ്റം 4-5 പേരുടെ പറഞ്ഞില്ലേ സമാധാനമില്ല. അവരുടെ നാക്കങ്ങ് വല്ലാതെ എന്തോ അതിന് പറയുന്നത്, ആ പദം പറയാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാ. ഹല്ലേലൂയ. അത് തന്നെയാ. വല്ലാതെ അങ്ങ് ഞാനെങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചാ സ്വതം. എന്നാൽ ഒരുത്തിനെ കുറിച്ച് നല്ലത് പറയാൻ, ഇവിടെ അവനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചടാ, അവനെയൊക്കെ നോക്കി പഠിക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം വരുന്നില്ല. ഈ എന്തിനാ അനുഗ്രഹിക്കപ്പെട്ടവൻ പോലും പറയുന്ന കഷ്ടകാലമാണ്. എടാ നീ ഒന്ന് പറ, നീ ആർക്കും കൊടുക്കണ്ട, എന്നെ ദൈവം അനുഗ്രഹിച്ചെന്നൊന്ന് പറ. എന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറ. ഈ ചിലർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ പരാതിയാ പറയും. പക്ഷേ എൻ്റെ ജോലി പോയി, എൻ്റെ ഭാര്യയ്ക്ക് ജോലി പോയി, ഞങ്ങൾക്ക് ഭയങ്കര കടവാ. കർത്താവ് നീ പ്രാർത്ഥിക്കാൻ ഇവളെ എഴുന്നേറ്റ് പോകും. കാരണം പരാതി അല്ലാതെ ഒന്നും നിൻ്റെ വായി നിന്ന് വരെ വന്നിട്ടില്ല. നിനക്ക് 90 കാര്യം ദൈവം ചെയ്തു, 10 കാര്യം പെൻഡിങ്ങിന് ഇട്ടേക്കുക. അതെല്ലാവർക്കും 10 കാര്യം ഇട്ടേക്കുക. എനിക്കും വിടുതൽ കിട്ടാത്ത കുറേ വിഷയങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ സമയത്ത് കിട്ടിക്കൊള്ളൂന്നേ. ഓ ഹല്ലേലൂയ. ഇന്നിവിടെ വ്യാപരിക്കണത് ദൈവരാജ്യത്തിന്റെ വെളിപ്പാടാ, നിത്യതയുടെ വെളിപ്പാടാ. അത് വെളിപ്പെട്ടാൽ എനിക്ക് ചില കൂട്ടരെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടരെ കാര്യം പറയാം. കുറേ നാൾ വാടക വീട്ടിൽ കിടന്നു. പിന്നെ ഇല്ലാത്ത ലോണെല്ലാം എടുത്തൊരു വീട് വെച്ചു. ആ വീട് നമ്മൾ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഭയങ്കര വീടാണ്, അബ്രഹാമിൻ്റെ വീട്ടിൽ മമ്മരുടെ തോപ്പിൽ ദൂതന്മാർ നടന്നപോലെ വീട്ടിൽ ദൂതന്മാർ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സന്തോഷിച്ച് തുള്ളിച്ചാടി വെച്ച് പിറ്റേ മാസം ചെല്ലുമ്പം നെഞ്ചു തിരിപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തോ ലോൺ എങ്ങനെ അടയ്ക്കും? എൻ്റെ പൊന്നു മോനെ വിട്ടേച്ച് വാടക വീട്ടിൽ പോവും. എടാ ഈ വീട് തന്ന ദൈവത്തിന് ഇത് അടയ്ക്കണമെന്ന് അറിയാമല്ലോ. നിങ്ങൾ എന്നാ മിണ്ടാത്തെ? അപ്പോഴും നിന്റെ അകത്തെ ഈ വിശ്വാസ തലം ചലിക്കുന്നില്ല. നീ ഇപ്പോഴും ഫുള്ള് ജഡതലത്തിലാ. നിനക്കിപ്പോഴും ജഡത്തിന്റെ ശാസ്ത്രമാണ് നീ പറയുന്നേ. ഞാൻ വെളിപ്പാട് വിളിച്ചോണ്ട് പറയാം, ജഡതലത്തേക്കാൾ വലുത്. സ്തോത്രം.
ഈ ചർച്ചിലെ കപ്പൽ സ്വന്തമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കപ്പൽ ഞാൻ അറിയാതെ വല്ല വാങ്ങിച്ചോന്നോ ചോദിക്കാനാ? ഉണ്ടോ? ഇല്ല. കുറേ കപ്പലുള്ളൊരു മുതലാളി ബൈബിളിലുണ്ട്. പേര് പൗലോസ് എന്നാ. ശ്രദ്ധിച്ച് കേൾക്കണം. ആ പുള്ളി പറയുക, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അയ്യോ കപ്പല് പോയെന്ന് കരഞ്ഞോണ്ടിരിക്കുകയല്ലോ ബ്രദറെ. എടാ, അതിനേക്കാൾ വലുതാണ് ഞാൻ പ്രാപിച്ച രാജ്യം. ഓ, കൃപ വ്യാപരിച്ചു തുടങ്ങണം. ഇതിനകത്ത് പരിശുദ്ധാത്മ സന്തോഷം ഇറങ്ങണം. ഇതിനകത്ത് ആത്മസന്തോഷം ഇറങ്ങണം. നിന്റെ പ്രായം മറന്ന്, നിന്റെ ആരോഗ്യം മറന്ന് ഇന്ന് ദൈവത്തെ സ്തുതിക്കണം.